എല്ലാ ശ്രോതാക്കൾക്കും ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച റിധന്യയുടെ സ്ത്രീധന മരണത്തെക്കുറിച്ചുള്ള വാർത്ത അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് താങ്ങാനായില്ല. വല്ലാത്തൊരു സങ്കടം തോന്നി, അറിയാതെ കരഞ്ഞുപോയി. അപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭാരം. ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുതെന്ന് തോന്നിപ്പോയി. പ്രത്യേകിച്ച് പുരുഷന്മാരോട്, നമ്മളോടൊക്കെ ചില കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിക്കണം, ഒരു ഉപദേശം പോലെ പറയണം എന്നൊക്കെ തോന്നി. ആ ഒരു ചിന്തയാണ് ശരിക്കും ഇന്നത്തെ ഈ ഒരു ചർച്ചയ്ക്ക് പിന്നിൽ. റിധന്യയുടെ കഥ മാത്രമല്ല, ഏതാണ്ട് അതേ സമയത്ത് നമ്മൾ കേട്ട സ്റ്റെഫി മട്ടിൽഡയുടെ മരണവും. ശരിക്കും ഈ സ്ത്രീധനം എന്നൊരു സാമൂഹിക വിപത്ത് എത്ര ഭീകരമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും വളരെ വേദനാജനകമായ സംഭവങ്ങളാണ് രണ്ടും. നമുക്ക് ആദ്യം റിധന്യയുടെ കാര്യത്തിലേക്ക് വരാം. എന്താണ് സംഭവിച്ചത്? അതെ, റിധന്യ തിരുപ്പൂരിലാണ്. 27 വയസ്സായിരുന്നു. ഒരു വ്യവസായിയായ അണ്ണാദുരൈയുടെ മകളാണ്. 2025 ഏപ്രിൽ, അതായത് ഈ കഴിഞ്ഞ ഏപ്രിലാണ് കാവിൻ കുമാർ എന്നൊരാളുമായി റിധന്യയുടെ വിവാഹം നടന്നത്. വളരെ അടുത്ത സമയത്ത്. വെറും 2.5 മാസം മുൻപ്. വിവാഹസമയത്ത് 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു കാറും കൊടുത്തു എന്ന് കേട്ടു. ശരിയാണ്. അത്രയും നൽകിയിട്ടും അത് പോരാ എന്ന് പറഞ്ഞാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. വീണ്ടും സ്ത്രീധനം ചോദിച്ചു അല്ലേ? അതെ, ഒരു 200 പവൻ കൂടി വേണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് കാബിൻ കുമാറും ഭർത്താവിന്റെ വീട്ടുകാരും അച്ഛനും അമ്മയും അവരെ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. മുറിയിൽ പൂട്ടിയിടുക വരെ ചെയ്തു എന്ന് വായിച്ചു. എത്ര ഭീകരമാണത്! ശരിക്കും ഈ പീഡനം സഹിക്കാൻ പറ്റാതായതോടെയാണ് ജൂൺ 29-ന്, അതായത് കഴിഞ്ഞ ആഴ്ച, റിധന്യ കാറിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അതിന് തൊട്ടുമുൻപ് അവർ അച്ഛനൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതെ, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്റെ മരണത്തിന് കാരണം ഭർത്താവ് കാവിൻകുമാർ, ഭർത്തൃപിതാവ് ഈശ്വരമൂർത്തി, പിന്നെ ഭർത്തൃമാതാവ് ചിത്രദേവി, ഇവർ 3 പേരുമാണെന്ന്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അതെ, അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥ. ഇതിനോട് സമാനമായ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ക്രൂരമായ ഒന്നാണ് ചെന്നൈയിൽ നടന്ന സ്റ്റെഫി മട്ടിൽഡയുടെ സംഭവം. 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടെക്കിയാണ്. അതെ, സ്റ്റെഫിയുടെ വിവാഹം 2024 ഫെബ്രുവരിയിലായിരുന്നു, രാജ്മോഹൻ എന്ന ആളുമായിട്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ 100 പവൻ സ്വർണവും ഒരു കാറും സ്ത്രീധനമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. സ്റ്റെഫിയുടെ മരണം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഒരു അപകടമരണം എന്ന നിലയിലായിരുന്നില്ലേ? ശരിയാണ്. 2025 മെയ് 3-നാണ് സ്റ്റെഫി മരിക്കുന്നത്. ആദ്യം അതൊരു ആക്സിഡന്റ് ഡെത്തായിട്ടാണ് പുറത്തു വന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കാര്യങ്ങൾ മാറി. അതെ, പോസ്റ്റ്മോർട്ടത്തിൽ മുഖത്തും കഴുത്തിലുമൊക്കെ മുറിവുകളും ഒരു നീലിച്ച നിറവും കണ്ടെത്തി. അതോടെയാണ് ഇത് കൊലപാതകമാവാനുള്ള സാധ്യത വന്നത്. പിന്നീട് ആ ഓഡിയോ ക്ലിപ്പും കിട്ടിയല്ലേ, മർദ്ദനമേൽക്കുന്നതിനെക്കുറിച്ച് പറയുന്ന? അതെ, സ്റ്റെഫി ഭർത്താവിൽ നിന്ന് ഉപദ്രവം നേരിടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഓഡിയോ പിന്നീട് കിട്ടി. അതോടെയാണ് ഇത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള കൊലപാതകം തന്നെയാണെന്ന് വ്യക്തമായത്. ഭർത്താവ് രാജ്മോഹനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ 2 പെൺകുട്ടികളുടെയും കഥകൾ ഇതു കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നറിയില്ല. വിവാഹം എന്നത് ശരിക്കും ഒരു സ്നേഹബന്ധമാണ്, വിശ്വാസമാണ്, ബഹുമാനമാണ് വേണ്ടത്. ഇതൊരു കച്ചവടം പോലെ ആകുമ്പോൾ. അതെ, ഒരു പെൺകുട്ടിയുടെ വില അതവൾ എത്ര സ്വർണം കൊണ്ടുവരുന്നു, എത്ര പണം കൊണ്ടുവരുന്നു എന്നതിലല്ലല്ലോ അളക്കേണ്ടത്. അത് അടിസ്ഥാനപരമായി തെറ്റായ ഒരു ചിന്തയാണ്. ശരിയാണ്. ഇത് കേൾക്കുന്ന ഓരോ പുരുഷനും ഓരോ കുടുംബവും ഒന്ന് ആലോചിക്കണം. സ്വന്തം സഹോദരിയോ അല്ലെങ്കിൽ മകളോ അവർ ഒരു റിധന്യയോ സ്റ്റെഫിയോ ആകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും. അപ്പൊ പിന്നെ നിങ്ങളുടെ ഭാര്യയെ, ജീവിത പങ്കാളിയെ എന്തിനാണിങ്ങനെ കാണുന്നത്? അവരെ സ്നേഹത്തോടെ നോക്കണം. വീട്ടുകാരെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ സ്വീകരിക്കുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. അതെ, സ്ത്രീധനം വേണ്ടത് വെക്കാനുള്ള ആർജവം കാണിക്കണം. ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് വിൽക്കാനുള്ളൊരു വസ്തുവല്ല, ജീവിതത്തിലെ തുല്യ പങ്കാളിയാണ്. മാതാപിതാക്കളും ഇത് ശ്രദ്ധിക്കണം. മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ പണമോ സ്വർണമോ കൊടുക്കുന്നതിലല്ല കാര്യം, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതുപോലെ ആൺമക്കളെ, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. തീർച്ചയായും. സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുന്ന, നിലപാടെടുക്കുന്ന പെൺകുട്ടികൾക്ക് സമൂഹം ഒരു പിന്തുണ കൊടുക്കണം, ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. റിധന്യയുടെയും സ്റ്റെഫിയുടെയും ഈ മരണം വെറുതെ ആകരുത്. ഇതൊരു മാറ്റത്തിന് തുടക്കം കുറിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സാക്ഷി ഏത് ഉണർത്തണം.
അതെ, ഇനിയൊരു പെൺകുട്ടിക്കും സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അതിനായി പ്രവർത്തിക്കാം. നമുക്ക് പ്രതിജ്ഞയെടുക്കാം, ഇനിയൊരു റിഥന്യയോ സ്റ്റെഫിയോ നമ്മുടെ സമൂഹത്തിലുണ്ടാകില്ല. സ്ത്രീധന മരണങ്ങൾ നമുക്കില്ലാതാക്കണം. ഈ ചർച്ച കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും പല ചിന്തകളും വന്നിട്ടുണ്ടാകാം. ഒരു ഭാരം പോലെ തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള പ്രചോദനം നൽകുന്ന അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com എന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു.